പോർത്താനെ നെടിൽ കൊടച്ചോ കൈകളും മറ്റും പോർമാനം ഒരുക്കിക്കൂട്ടി പൂവിൽ ദിൻ നടത്താൻ സഹാബൈ വിടുത്തിട്ടും പുകളോരോ ജയങ്ങൾ കിട്ടി കീർത്തി കാറ്റടിച്ചു ബൻകാന ഖുറൈശികൾ കിടുകിടു തുള്ള മുഞ്ഞെട്ടി കേൾക്കാതൽ ഉറത്തെ തരുകൾ കടി പേർകൾ കീണൂതം പിടിക്കപ്പെട്ടേ അടങ്കലും നബിയാക്കൾക്കുള്ള ഫിർഔനോർ അബൂജഹൽ കുകം ഒട്ടാമേ അഹ്മദ് നബി തിരുനാവൽ ഫിർഔനുൽ അക്ബർ എണ്ടൂരത്തോനാമേ വാർത്തുമ്മു തണ്ണി കൂട്ടത്താശത്തിരു തരുൾ മഹമൂദർ നബി വശുന്നേ ബാഷ്കയും ബൈരിശൈതരും കുടൈദിനും മാർഗവും വളർ വീശുന്നേ പോർത്താനെ നേടിൽ കൊടത്തോ കൈകളും മറ്റും പോർവാനം ഒരുക്കിക്കൂട്ടി പൂവിൽ ദിൻ നടത്താൻ സ്വഹാബൈ വിടുത്തിട്ടും പുകളോരോ ജയങ്ങൾ കിട്ടി. മഹാകവി മോയിൻകുട്ടി വൈദ്യരാൽ വിരചിതമായ ബദർ പാട്ടാണ് ഇപ്പൊ ഈ പാടുന്നത്. ഇത് ഇന്നത്തെ മലയാളം അല്ല, ഓർ വഫാത്തായിട്ട് തന്നെ 150 കൊല്ലത്തിന്റെ അടുത്തായി. അപ്പൊ 150-ലേറെ കൊല്ലം മുന്നുള്ള മലയാളം തമിഴ് വാക്കുകൾ ഇതിൽ കലർന്നിട്ടുണ്ട്, കന്നഡ വാക്കുകൾ കലർന്നിട്ടുണ്ട്, അറബി ഭാഷയിൽപ്പെട്ട വാക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്, സംസ്കൃതമുണ്ട്, ഉറുദു ഉണ്ട്, അങ്ങനെ ഒരു സങ്കര ഭാഷയാണ്. പക്ഷെ ഈ പാട്ട് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി. ഇത് ബദരീങ്ങളെ പറ്റിയുള്ള ചരിത്രമാണ്. ബദരീങ്ങളെ ശത്രുക്കൾ ആരാണ്? ബ്രിട്ടീഷുകാരല്ല. ബദരീങ്ങളെ ശത്രുക്കൾ ആരാ? അന്ന് ബദരീങ്ങളെ ശത്രുക്കൾ നമ്മളെ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, നമ്മുടെ വേറെ ഏതെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത മതക്കാരല്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതുപോലത്തെ ഇങ്ങനത്തെ പാട്ടുകൾ കണ്ടുകെട്ടി നിരോധിച്ചു. എന്താ കാരണം? ബ്രിട്ടീഷുകാരോട് പടപൊരുതാൻ മുന്നിൽ നിൽക്കുന്നവർ മാപ്പിളമാരാണ്, മുസ്ലിങ്ങളാണ്. ആ മുസ്ലിം പണ്ഡിതന്മാർക്ക്, പ്രത്യേകിച്ച് ഹിന്ദു മത വിശ്വാസികളായ താഴ്ന്ന ജാതിക്കാർ, പട്ടികജാതി പട്ടികവർഗം എന്നിപ്പോ പറയപ്പെടുന്ന ആളുകൾ, ഇപ്പൊ അങ്ങനെയുള്ള അറിയപ്പെടുന്നത് താഴ്ന്നവരായ ആളുകളായ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പലരും അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായ മാപ്പിളമാർക്ക്, മുസ്ലിങ്ങൾക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, മമ്പർത്തം തങ്ങൾ പാപ്പാന്റെ ഹാദിമീങ്ങൾ, മമ്പർത്തം തങ്ങൾ പാപ്പയടക്കം ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്ത മഹാനാണ്. പക്ഷേ തങ്ങളെ ഹാദിമീങ്ങൾ, തങ്ങളെ സേവകന്മാര് ഒരു വേള മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ഹിന്ദുക്കളായ സഹോദരങ്ങൾ ആയിരുന്നു. അവരൊക്കെ സപ്പോർട്ടോടുകൂടി, പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കളുടെ സപ്പോർട്ടോടുകൂടിയാണ് മമ്പറം തങ്ങളടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയത്. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളടക്കമുള്ളവർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോ ആ സമയത്ത് അന്ന് തിരൂരങ്ങാടിയിലെ മുദരിസായിരുന്നു നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ മുസ്ലിങ്ങൾക്ക് സമരത്തിന്റെ ആവേശം പകർന്ന് ബ്രിട്ടീഷുകാരനെതിരെ, വൈദേശിക ആധിപത്യത്തിനെതിരെ, വൈദേശിക ശക്തികൾക്ക് നികുതി തരൂലെന്ന് ആദ്യം പറഞ്ഞത് മമ്പർത്തം പാപ്പാന്റെ മുരീദും ശിഷ്യനുമായ വെളിയങ്കോട് ഉമർ ഖാദിയാണ്. അന്ന് മലബാറിലെ മാപ്പിളമാരെ ബ്രിട്ടീഷുകാർക്കെതിരിൽ പടനയിക്കാൻ പ്രചോദനം നൽകിയതാരാ? അന്നത്തെ ആലിമീങ്ങളാണ്, പണ്ഡിതരാണ്. ആ പണ്ഡിതന്മാരുടെ മുൻനിരയിൽ നിന്ന ആളാണ് ആര് എന്നറിയുമോ? ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ. അപ്പോൾ ബ്രിട്ടീഷുകാരോടെതിരിൽ പടപൊരുതാൻ വേണ്ടിയിട്ട് വലിയ വഅദുകൾ നടത്തുമ്പോൾ അന്നത്തെ ആലിമീങ്ങൾ, ആലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ വലിയ ഉപദേശങ്ങൾ നൽകുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അവരെ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിച്ചത് ഈ ബഹുമാനപ്പെട്ട ബദരീങ്ങളെ പാട്ടുകളാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരിൽ ഈ സമരാവേശം ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്നത്
കിട്ടുന്നത് ബദർക്ക് സപ്പാട്ടിൽ നിന്നാണ്, ഇതുപോലത്തെ പടപ്പാട്ടിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ നിരോധിക്കാൻ മെനക്കെട്ടു ആര്? ബ്രിട്ടൻ ഗവൺമെന്റ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും മദീനയിൽ പോയി, അന്യനാട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോഴാണ് മക്കയിൽ 2 കൊല്ലത്തോളം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് മക്ക വിട്ടിട്ട്, സ്വന്തം ജനിച്ച നാട് വിട്ടിട്ട് മദീനയിൽ ചെന്നിട്ട് കൊല്ലം 2 വർഷത്തിന്റെ അടുത്താവുകയാണ്. അപ്പോഴാണ് അബൂജഹലിന്റെ നേതൃത്വത്തില് മക്കത്തുള്ള മുശ്രിക്കീങ്ങള് അവര് മീറ്റിംഗ് കൂടുകയാണ്, ചർച്ച ചെയ്യുകയാണ്. എന്താ ചർച്ച? നമ്മൾ വിചാരിച്ചത് മുഹമ്മദ് നമ്മളെ നാട് വിട്ട് മദീനയിൽ ചെല്ലലോടുകൂടെ മുഹമ്മദിനിക്ക് അവിടെ ശക്തിയൊക്കെ ക്ഷയിക്കുന്ന മനസ്സിലാക്കിയത്. പക്ഷേ മുഹമ്മദിന്റെ അനുയായികളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് മദീനയോട് യുദ്ധം ചെയ്യണം, മുഹമ്മദിനോട് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം സാമ്പത്തികമായി നമ്മൾ കഴിവുള്ളവരാകണം. അങ്ങനെ അന്നത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്താണ്? കച്ചവടമാണ്. ഷാം എന്ന് പറയുന്ന നാട്ടിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് അബൂജഹലിന്റെ ആളുകൾ പുറപ്പെടുകയാണ്. തക്കോവർ ഹഖാന കോന മറാൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി ഹറേതുമെത്തിടുക ഈരാറും ഒത്ത ശഹർ ബാറാൽ പൊറുത്ത പിറകെ, ബാറാൽ പൊറുത്ത പിറകെ തക്കോവർ ഹമിദരും മിക്കോർ സാഹബികളും ഒക്കെ ഇരിക്കും പൊളുതിൽ ജാസൂസോരുത്തരവരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി, വിശേഷം വിരുത്തി പൊരുളായി. ബക്കാതെ സവബൈറുക്കാകേറിയ ചരക്കാടை പൊന്നും ചുമയായി വരുന്ന വാതി ബദർ ചേരുന്ന പ്രകൃതിഹാം ഊരിനൊരുങ്ങി ഹറജായി, ഊരിൻ ഒരുങ്ങി ഹറജായി. അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഈ കച്ചവട സംഘത്തിനെ പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു. മക്കയിൽ നിന്ന് ഷാം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അബൂജഹലിന്റെ നിർദ്ദേശപ്രകാരം അബൂ സുഫിയാൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ കച്ചവട സംഘം പുറപ്പെടുകയാണ്. ബക്കാദ സാവിർ ബൈറുക്കാകെ ഏറിയ ചരക്കോടെ ഈ പൊന്നും ചുമയായി. സാവർ എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ആ കച്ചവട സംഘത്തിന് പോകുമ്പോ ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കയറ്റി വെച്ചിട്ടാണ്, കച്ചവട സാമഗ്രികൾ ഒട്ടകപ്പുറത്ത് കയറ്റി വെച്ചിട്ടാണ് അവർ പുറപ്പെട്ടത്. എത്ര ഒട്ടകമുണ്ട്? സാവറ ബൈറുണ്ട്. സാവറ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലേ? അടച്ചോനെ, ഈ രാമല്ലൂരിൽ നിന്നും ബാംഗ്ലൂരൊന്നും ആരും പോയി ജോലി ചെയ്യണ ആരും ഇല്ലേ? ഒക്കെ ഗൾഫുകാരും ബഹ്റൈനും കുവൈത്തും മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കണ്ട. നിങ്ങൾ പോയാലും വേണ്ടില്ല, പോയില്ലെങ്കിലും വേണ്ടില്ല. മക്കത്ത് പോകാൻ നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, അത് കർണാടകത്തിലെ ഭാഷയാണ്, കന്നഡ ഭാഷയാണ്. സാവറ എന്ന് പറഞ്ഞ 1000 അത് ആ കന്നഡ വാക്കാണ്. സാവർ ബൈറുക്കാകെ ഏറിയ ചരക്കോടെ ഈ പൊന്നും ചുമയായി. ബൈർ എന്ന് പറഞ്ഞാൽ അത് അറബി വേർഡാണ്. അപ്പൊ 1000 ഒട്ടകപ്പുറത്ത് സാധന സാമഗ്രികൾ കയറ്റിവെച്ചുകൊണ്ടിട്ട് 1000 ചില്ലുവാനം കിലോമീറ്റർ ദൂരമുള്ള ഷാമിലേക്ക് മക്കയിൽ നിന്ന് കച്ചവട സംഘത്തിന് അബൂ സുഫിയാൻ എന്ന് പറയുന്നയാളാണ് കച്ചവട സംഘത്തിന്റെ തലവൻ. ആ സംഘത്തിന്റെ തലവനെ പറഞ്ഞേക്കുകയാണ് ആര്? അബൂജഹലും മക്കത്തുള്ള മുശ്രിക്കീങ്ങളും. അതേ സമയത്ത് അവർ കച്ചവടത്തിനൊക്കെ പോയി കച്ചവടം കഴിഞ്ഞ് വരികയാണ്. കച്ചവടം കഴിഞ്ഞിട്ട് ഈ മുശ്രിക്കിന്റെ കച്ചവട സംഘക്കാർ ഷാമിൽ നിന്ന് മടങ്ങി വരികയാണ്. മക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഷാം എന്ന് പറയുന്ന ഭാഗം രാജ്യം ഉള്ളത്. ആ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞുകൊണ്ടിട്ട് മക്ക മുശ്രിക്കുകളുടെ പ്രതിനിധികൾ കച്ചവടം കഴിഞ്ഞ് വരുന്ന സമയത്ത് അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു.
50,000 പൊന്ന്. എത്ര? 50,000 ദീനാറാണ് മക്കാ മുശ്രിക്കുകൾക്ക് ലാഭം കിട്ടിയിട്ടുള്ളത്. ഏറ്റവും വലിയ ഇന്നത്തെ മൂല്യം നോക്കിയാൽ കോടിക്കണക്കിന് ഡോളറിന്റെ മൂല്യം ഉണ്ടാകും. അത്രയും ഡോളറിന്റെ മൂല്യമുള്ള 50,000 പൊന്ന് ലാഭം കിട്ടിക്കൊണ്ടിട്ട് മക്കാ മുശ്രിക്കുകളുടെ വർത്തക സംഘം, കച്ചവട സംഘം ഷാമിൽ നിന്ന് മടങ്ങി വരികയാ. വരുന്നത് മദീനയുടെ ഭാഗത്തു കൂടെയാണ്, അടുത്തു കൂടിയാണ്. ഷാമിൽ നിന്ന് മക്കത്തേക്ക് മടങ്ങാനുള്ളത് ബദർ എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് മക്കത്തേക്ക് മടങ്ങാൻ പതിവുള്ളത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ മുഖറബായിരിക്കുന്ന മലക്ക് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, അന്നഫാഖിറൂഹുൽ അമീൻ തൻമുളിയാ അമ്പൻ പുകഴ്ന്തയ ഖൈറൽ ബറായ തുണയാ റബ്ബു സുഫിയാനും ബഈറ ചുമകളും ഷാമിന്ന് വാരും നസീറ പണിയോനരുൾ ഉങ്കൾ താമും സഹബാർ തരത്താലിലേയും സൂറത്തിൽ പോവാൻ തണി ചെയ്യും താഹവിലേലും കൂറി താഉസുൽ അംലകുശർ ദണ്ഡമേരി. എന്താ പറഞ്ഞത്? അണവാകി റൂഹുൽ അമീൻ തൻമുളിയ, റൂഹുൽ അമീനായിരിക്കുന്ന മലക്കിറങ്ങി. അതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അമ്പൻ പുകഴ്ന്തയാ ഖൈറൽ ബറായ. അതായി പാട്ടിന്റെ വരികൾ. അമ്പൻ പുകഴ്ന്തയാ ഖൈറൽ ബറായ. അമ്പൻ എന്ന് പറഞ്ഞ അല്ലാഹു തആല പുകഴ്ച പറഞ്ഞ, ഒരുപാട് മദ്ഹ് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്താണ് കൽപ്പന? തുണയാർ അബൂ സുഫിയാനും ബഈറ, അബൂ സുഫിയാനും 1000-ഓളം വരുന്ന ഒട്ടകങ്ങളും ആ ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കയറ്റി വെച്ചുകൊണ്ടിട്ട് ഷാമിൽ പോയി കച്ചവടം കഴിഞ്ഞുകൊണ്ട് അവർ വരുന്നുണ്ട്. അതുകൊണ്ട് തനിയോൻ അല്ലാഹു തആല അരുൾ ചെയ്യുന്നു. എന്താ അരുൾ ചെയ്യുന്നത്? ഉങ്കൾ താനും സഹാബാർ തരത്താൽ ഇലൈഹിം സുറഅത്തിൽ പോകാൻ, തങ്ങളും തങ്ങളുടെ സഹാബികളും തരത്താൽ ഇലൈഹിം സുറഅത്തിൽ പോകണം. പോകണം. സുറഅ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. ഉസ്താദ് കുറെ കാലം ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. എങ്ങനെ എനിക്ക് മനസ്സിലായി? അത് മൂപ്പര് 2 അറബി വാക്ക് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഓരോരുത്തർ അങ്ങനെ നായി വായിൽ വന്നിച്ചാൽ അറിയല്ലോ എന്ന് പറഞ്ഞ മാതിരി, ഉദാഹരണം പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി മൂപ്പരിനോട് 2 വാക്ക് പറഞ്ഞു. അല്ലാഹു തആല ആ ഉസ്താദിനും ബർക്കത്ത് നൽകുമാറാകട്ടെ. എത്ര കൊല്ലം ഉണ്ടായി ഉസ്താദെ? 10 കൊല്ലം. 18 കൊല്ലം. എന്തിനാ 8 കുറക്കണ്? എവിടെ ഉണ്ടായത്? മക്കത്തിന്റെ അടുത്ത്. അതിനെ മദീനത്ത് ഉണ്ടായത്. അതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യണേ, അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചില അറബി ഭാഷയും പഠിപ്പിക്കാൻ പറ്റും. അറബി എല്ലാ ഉസ്താദുമാർക്കും അറിയും. എന്നാലും അവിടുത്തെ അറബി, സംസാര അറബി എന്ന് പറഞ്ഞ ഒരു ലൊക്കട അറബിയാ. ഞങ്ങൾ മലപ്പുറത്തേര് മലയാളം പറഞ്ഞ മാതിരി, എത്താണ്ണി എനിക്ക് പറ്റിയത് എന്റെ കജ്ജിമ്മൽ എന്താണ്? നിന്റെ കജ്ജിമ്മൽ വേദനായിട്ട് വെജ്ജണ്ണി, നിന്റെ കയ്യമ്മ വേദനായിട്ട് വെയ്യാൻ. അതാ പറഞ്ഞ എന്റെ കജ്ജിമ്മ വേദനായിട്ട് തീരെ വെജ്ജാ, അങ്ങനെ പറയാം എന്ന് പറഞ്ഞ മാതിരിയാണ് അവിടുത്തെ റിയാദുൽ അറബിയൊക്കെ. എല്ലായിടത്തും അറബി അങ്ങനെ തന്നെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ മോനെ? കജ്ജിമ്മല് വെച്ചാൻ ആ കുട്ടി, അതല്ല വിഷയം മോനെ. ആ കുട്ടി കജ്ജിമ്മല് വെച്ചാൻ അത് വിഷയമല്ല. അത് ശരി, കുട്ടിയൊക്കെ അതൊക്കെയാണ് വലിയ വിഷയം. നമ്മളെ വിഷയം അതല്ല മോനെ. എന്താ വിഷയം? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്. എന്താ പറയുന്നത്? തണിയോൻ അരുൾ ഉങ്കൾ താമും സഹാബാർ തരത്താൽ ഇലൈഹിം സുറഅത്തിൽ പോകാൻ. സുറഅ പെട്ടെന്ന് പോകണം. സുറഅ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉസ്താദ് അവരോട് എതിർക്കണം, കൽപ്പനയുണ്ട്. പെട്ടെന്ന് പോകണം. ആ കച്ചവട സംഘത്തിനെ ആക്രമിക്കണം. എന്തുകൊണ്ട്? ആ കച്ചവട സംഘം അവരെ മൂലധനം ശരിയല്ല. അവനവന്റെ സ്വന്തം സ്വത്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് മക്കയിൽ ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളായ സ്വഹാബത്ത് മദീനത്തേക്ക് ഹിജറ വരുമ്പോൾ അവരെ സ്വന്തം വീടുകൾ പോലും വീട് അവിടെ ഉണ്ട്. ഈ മുഹാജിരീങ്ങളായ സ്വഹാബത്തിന്റെ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. മക്കക്കാരായ സ്വഹാബത്ത് മദീനത്തേക്ക് വന്നപ്പോ ഈത്തപ്പഴങ്ങളുണ്ട്, മുന്തിരികളുണ്ട്, നല്ല റോൾസ് റോയ്സ് കാറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ
നല്ല നല്ല കുതിരകളുണ്ട്, നല്ല നല്ല ഒട്ടകങ്ങളുണ്ട്. ഇതെല്ലാം മക്കത്ത് ഉപേക്ഷിച്ചിട്ട് നഹ്നുല്ലദൂന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ. റബ്ബേ, നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയത് കൊണ്ടാണ് ഞങ്ങള് മുഹമ്മദ് മുസ്തഫയുടെ ആളുകളായത്, ഞങ്ങള് സത്യത്തിന്റെ ആളുകളായത്. ഞങ്ങള് പെണ്ണുപിടിയന്മാരായിരുന്നു റബ്ബേ, ഞങ്ങള് കള്ളുകുടിയന്മാരായിരുന്നു. ചെറിയ കുട്ടികൾ, ഞങ്ങളെ ഭാര്യ പ്രസവിച്ച കൊച്ചുമക്കള്, ഇപ്പൊ പെറ്റ ചോര പൈതല്, ആ ചോര പൈതല് പെൺകുഞ്ഞായ കാരണം കൊണ്ട് എത്ര എത്ര മക്കളെയാ ഞങ്ങള് കൊന്നത്. പൈതലുകളെ, ഇപ്പൊ പെറ്റ നവജാത ശിശുക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയല്ലോ ഞങ്ങള്. ഇപ്പോൾ യാ അല്ലാഹ്, നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയത് കൊണ്ട് ഞങ്ങളിതാ റസൂലുള്ളാഹിന്റെ ആദർശത്തിലാണ്, ഞങ്ങള് കുഫരിയത്തിന്റെ ആദർശത്തിലല്ല. അതുകൊണ്ട് അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഞങ്ങളിതാ പിറന്ന മണ്ണിനെ ഒഴിവാക്കുന്നു, ഞങ്ങളെ വരുമാന മാർഗങ്ങളെ ഒഴിവാക്കുന്നു. ഞങ്ങളെ ഇത്തപ്പന തോട്ടങ്ങൾ, ഏക്കർ കണക്കിന് മുന്തിരി തോട്ടങ്ങൾ ഇതാ ഒഴിവാക്കിയിട്ട് ഹബീബായ തങ്ങൾക്ക് വേണ്ടി നാടും വീടും വരുമാനവും കുടുംബത്തിനെയും എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടിട്ട് ഞങ്ങൾ പുറപ്പെടുകയാ എന്നും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങള് പുറപ്പെട്ടതാണ്. ആ മുഹാജിരീങ്ങളുടെ വരുമാനങ്ങൾ, ഈത്തപ്പനത്തോട്ടങ്ങൾ, മക്കക്കാരായ സ്വഹാബത്തിന്റെ മുന്തിരിത്തോപ്പുകൾ, അതൊക്കെ മുശ്രിക്കീങ്ങൾ കൈവശപ്പെടുത്തി വെച്ചിട്ട് ഇത് എന്റെതാ, ഞാൻ അതിന്റെ മുതലാളി, അതുകൊണ്ട് എന്റെ വക ഷെയർ ഉണ്ട് എന്നും പറഞ്ഞ് മക്കത്തുള്ള മുഴുവൻ മുശ്രിക്കുകളും ഈ കച്ചവടത്തിൽ ഷെയർ ചേർന്നിട്ടുണ്ട്. ആരാ ഷെയർ ചേർന്നത്? മുശ്രിക്കീങ്ങൾ. അല്ല, ഉറക്കെ പറയും, ആരാ കുട്ടികളെ ഷെയർ ചേർന്നത്? മുശ്രിക്കീങ്ങൾ. അൽഹംദുലില്ലാഹ്, എല്ലാ കുട്ടികളും പറയുന്നുണ്ട്. അല്ലാഹു ബർക്കത്താക്കട്ടെ. അപ്പോഴാണ് അവരോട് എതിർക്കാനാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ കൽപ്പന അറിയിക്കേണ്ടത്. ഉടനെ തന്നെ അതാ റസൂലുള്ളാഹ് ഒരു ചെറിയ സംഘത്തിനെ റെഡിയാക്കുകയാണ്. 300 ചില്ലുവാനം വരുന്ന സംഘത്തിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ 300 ചെല്ലുവാനം വരുന്ന സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന്റെ കൂടെ പുറപ്പെടുകയാണ്. ബദ്റുൽ ഹുദാ, ആ പാട്ട് നിങ്ങൾക്ക് അറിയില്ല? ആ പാട്ടറിയാം, ഉസ്താദ്മാർക്കൊക്കെ അറിയാം. അറിയുന്നവരൊക്കെ പാടിക്കോളൂ, ഉറക്കനെ പാടിക്കോളൂ. അറിയാത്തവര് മൂളിക്കോളൂ. ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖറജായ് അന്നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയന്ന് വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ സദ്ദക്കുടൈ കോൾ പൊങ്കും തിരുകരമാൽ കൊണ്ടാമ തദിനബി തൻ തോളർ വിസ്വബിനീംദാർ അവരത് തന്നെ പിടിച്ചേ താറ്റൽ മുമ്പിലതിലയാകൈ പാട് പാട് ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖറജായ് അന്നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയന്ന് വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദരീങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് അതാ ബദറിലേക്ക് പുറപ്പെടുകയാണ്. എങ്ങോട്ടാ പുറപ്പെടുന്നത്? ബദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റസൂലുള്ള പുറപ്പെടുക. എന്തിനാ ബദർക്ക് പോണത്? എന്നാ പിന്നെ രാമല്ലൂർക്ക് വന്നാ പോരായിരുന്നു. എന്തിനാ ബദർക്ക് പോയത്? പൊന്നുമോനെ, ഷാമിൽ നിന്ന് വരുന്ന മുശ്രിക്കുകൾ കച്ചവടം കഴിഞ്ഞിട്ട് ഏത് വഴിക്കാ മടങ്ങിയ? ബദർ വഴിക്കാണ്. രാമല്ലൂർ വഴിക്ക് മടങ്ങൂല. അതുകൊണ്ടാണ് രാമല്ലൂർക്ക് വരാത്തത്.
എന്റെ നാട്ടിലേക്ക് വരാത്തത്. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അപ്പൊ അവരെ ബദർ വഴിക്ക് എന്തായാലും ടച്ച് ചെയ്യും. ബദർ വഴി ടച്ച് ചെയ്യാതെ പോകാൻ ഒരിക്കലും സാധ്യത ഇല്ല. മക്കത്തേക്ക് പോകുമ്പോ, മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോ, മക്കയിൽ നിന്ന് എംബോയിലേക്ക് പോകുമ്പോ ഒക്കെ ബദർ വഴിക്കാണ് പോയി. ഇന്നത്തെ എക്സ്പ്രസ് ഹൈവേ എംബോയിലേക്കുള്ള റോഡ് കുറച്ചുള്ളിലേക്ക് പോകണം ബദർക്ക് എത്തണമെങ്കിൽ, അത് വേറെ കാര്യം. ഏതായാലും അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുകയാണ്. അന്ന് 305 സ്വഹാബികൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ട്. എത്ര ഉണ്ട്? 305. എന്റെ കൂടെ നല്ലോണം ഉറക്കനെ പാടുന്ന ആളാണ് മൂപ്പര്. ആ ബദറുൽ ഹുദ എന്നുള്ള പാട്ടൊക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ പുതിയാപ്പിള ഇറങ്ങുമ്പോ പുതിയാപ്പിളന്റെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി പാടിയിരുന്ന ഒരു പാട്ടാണ്. നമ്മളെ വാപ്പമാരൊക്കെ പുതിയാപ്പിള ഇറങ്ങുമ്പോ എവിടേക്ക് പുതു മണവാട്ടികളെ വീട്ടിലേക്ക് പോകുമ്പോ ചമ്മൈത്ത് മിസ്കദിൽ അംബർ കലർത്തിപ്പൂശി മിസ്ക്, അതിൽ അംബർ കലർത്തിപ്പൂശി. മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരി, നല്ല ഉഷാറുള്ള കസ്തൂരിയൊക്കെ, കസ്തൂരി മണമുള്ളതായിരിക്കുന്ന ഏത് കസ്തൂരി തൈലമിട്ട് മുഖം മീനുക്കി ചമൈത്ത് മിസ്കദിൽ അംബർ കലർത്തിപ്പൂശി സഭയാകെ സുഗന്ധം കമൽ ദേബിഷി ഈരിതരാഗമിൽ പാട്ടുകൾ പാടി പൂരണദാസികളായിരം കൂടി അൽഫാഡിമ ദാസികൾ ഒന്നിത്തേ കോട്ടമേൽ മിസ്ർ കൊള്ള നാട തുടർത്തേ പടിപൊട്ടു തുടരവെണ്ടൊടു മദ്ദള തുടിയും പടിപൊണ്ട ചണ്ടകൾ ചങ്കുകൾ വിളിയും ഇടയിടകയും മണിഹർ മൊണി ബലിയും ബലിത്ത് വീണകൾ പാട്ടും അലങ്കാരമാ വനിതകൾ കാരങ്കൊട്ടും കുതൂകൂലമാ. അങ്ങനത്തെ കല്യാണപ്പാട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരികയാണ്. ആ കല്യാണത്തിന് നമ്മളെ ഉപ്പാപ്പമാരെ കാലത്ത് പാടിയ പാട്ടാണ് ഇത്. ബദറുൽ ഹുദ അല്ലേ? നിങ്ങളെ പേരെന്താ? ആ വെള്ള ഷർട്ടിട്ട അബ്ദുൽ അസീസ്, അല്ലാഹു തആല മൂപ്പർക്ക് ആ ബദരീങ്ങളെ പാട്ട് പാടിയ വകയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇപ്പത്തെ കാലത്ത് എന്തോ പുതിയാപ്പിളാരിറങ്ങുമ്പോ എന്താ ഉണ്ടാകല്? പലാപ്പള്ളി പുതുപ്പള്ളി, ഇപ്പൊ അജാതി പാട്ടാണ്. എന്നാളി ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനോട്, അങ്ങാടി കൂടി ഇങ്ങനെ ഞങ്ങളെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാല് അത് മൈക്ക ഓഫായത് എന്താണെന്നറിയോ? വയല് പറയുന്ന ഉസ്താദിന് തോന്നി ആ വാക്ക് പുറത്ത് കണ്ടിട്ട് കേൾക്കണ്ട. മൈക്ക വയല് പറയുന്ന ഉസ്താദിന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിന് മൈക്കണ്ട് ഓഫ് ആവും. അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മൈക്കാണ് ഇവിടുത്തെ സ്വാഗത സംഘം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ പാളി വെക്കണ്ട. നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ പാളി വെക്കുന്നുണ്ട് എല്ലാവരും കൂടി. അയാളെ കുറ്റല്ല, അല്ലെങ്കിൽ തന്നെ ആ സാധുവിന് കൈവിടെ എല്ലാം എന്തോ തകരാറായിട്ട് ചതഞ്ഞിട്ട് നിൽക്കുക. പടച്ചവൻ സുഖാക്കി കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. നിങ്ങളെ പേരെന്താ മോനെ? എന്ത് പേരാണെങ്കിലും വേണ്ടില്ല. അല്ലാഹു തആല അയാളെ രോഗങ്ങളും ഇവിടെ കയ്യിനൊക്കെ ചെറിയ വേദന ഉണ്ടാവും. ഈ ഉറക്കം ഒഴിവാക്കിയ വലിയ പ്രശ്നമായി. എല്ലിനൊക്കെ പ്രശ്നമുള്ളവർ, ചതവുള്ളവർ, എല്ല് പൊട്ടിയാൽ ഉറക്കം ഒഴിവാക്കാൻ പാടില്ല. എന്നാലും സാരല്ല, നിങ്ങൾ പോകണ്ട. നാളെ പിന്നെ വേറെ ആളെ പറഞ്ഞാൽ മതി. ഇന്നിപ്പോ എണീച്ച് പോയിട്ടുണ്ടെങ്കിൽ വേറെ ആൾ ഉണ്ടാവില്ല. ആകെ ഹലാക്കിന്റെ അവലും കഞ്ഞിയാവും. ആംപ്ലിഫയർ ഒന്നായിട്ട് കോംപ്ലിഫയർ ആയിട്ട് മാറും. അപ്പൊ ശരിയാവില്ല. അള്ളാഹു ഐശ്വര്യത്തിലാക്കട്ടെ. ആമീൻ. നല്ല നല്ല ഐശ്വര്യം കൊടുക്കട്ടെ എല്ലാവർക്കും. നമ്മളെ സദസ്സ്, നമ്മളെ പരിപാടി ഉഷാറാക്കാൻ ഈ ആംപ്ലിഫയറും അയാളുടെ കയ്യും ഒക്കെ അതിന് സഹായമാണ്. അയാളുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാവുള്ളൂ. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ശരിയാണ്. ബദറിലേക്ക് സഹാബത്ത് പുറപ്പെട്ടു. മാഷാ അല്ലാഹ്, ആ കുട്ടിക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ബദറിലേക്ക് സഹാബത്ത് പുറപ്പെട്ടു. എത്ര പേര്? 305 പേഴ്സൺസ്, 305 ആൾക്കാർ. അത്രേ ഉള്ളൂ. ബാക്കി 8 ആൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഓരോ ഉത്തരവാദിത്തം കൊടുത്തതാ. അതുകൊണ്ട് അവര് വരാത്തതാണ്. 8ൽപ്പെട്ട ഒരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
ഉസ്മാനോട് നബി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മകളെ പുതിയാപ്ലയാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾ വരണ്ട മോനെ. ഉസ്മാൻ എന്നൊരു വളരെ ആവേശത്തിൽ വരാൻ ഒരുങ്ങിയപ്പോഴേ റസൂലുള്ളാഹി പറയാണ്, അമ്മോശം പറയാണ്, മകളെ ഭർത്താവാണ് റസൂലുള്ളാഹിന്റെ മോളായ മകളുടെ ഭർത്താവാണ്. ഏത് മകളുടെ ഭർത്താവ്? ബീരീദർ. പാട്ടിലുണ്ട് ആ മകളെ പേര് ബീരീദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കന്നാൾ ദിനം ആമെ മികത്ത് പരിത്ത മൂലം ദിന്നു റൈനിയോരാ പാർപ്പിത്ത് മന്നമനൈ തന്നിൽ ചേരാ ബീരീദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കന്നാൾ ദിനം ആമെ മികത്ത് പരിത്ത മൂലം ദിന്നു റൈനിയോരാ പാർപ്പിത്ത് മിന്നമനൈ തന്നിൽ ചേരാ. റസൂലുള്ളാഹിന്റെ മകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭാര്യയുടെ പേരെന്ത്? റുഖിയ്യ റളിയല്ലാഹു അൻഹ. അതാരെ പറഞ്ഞത്? ആ കുട്ടിയോട് വരട്ടെ, പഠിച്ചോനെ എങ്ങോട്ട് വെച്ചങ്ങോട്ട് ആ കുട്ടിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. അല്ലാഹു തആല ഖൈറിനും ബറക്കത്തും ആക്കണേ. കുട്ടികളെ ശരിയായ ഉത്തരം പറഞ്ഞാൽ നല്ല സമ്മാനം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തങ്ങന്മാരാരാണ്ട് ആരുമില്ല അല്ലേ? എല്ലാവരും ഒഴുമുത്തുപോയ തങ്ങളെ അവിടെ ഉള്ളവരൊക്കെ ഉള്ളൂ. നമ്മൾ അഷ്റഫ് ഹസനി ഉസ്താദ്, അഷ്റഫ് ലത്തീഫി ഉസ്താദിന്റെ കൈ കൊണ്ട് ഒരു സമ്മാനം കൊടുക്കട്ടെ. എന്തുകൊണ്ട്? പ്ലീസ് വെയിറ്റ്. എന്താ പറഞ്ഞത്? റുഖിയ്യ. റുഖിയ്യ എന്നല്ല, റുഖിയ്യ. എന്നുള്ള അക്ഷരം പറയാം. കോഴിക്കുട്ടിനെ കണ്ടിട്ടില്ല, മുമ്പ് സുബൈക്ക് ഇങ്ങനെ പറയും. റുഖിയ്യ എന്നല്ല, റുഖിയ്യ. സൂപ്പർ ആയിട്ടുണ്ട്. യുവർ നെയിം? ഇസ്വാൻ അല്ല, റിദ്വാൻ. എന്ത്? സ്വർഗം കാക്കണ മലക്കിന്റെ പേരാണ് റിദ്വാൻ. ആ മലക്കിന്റെ പേരാണ് ഈ കുട്ടിന്റെ ബാപ്പ ഇട്ടിട്ടുള്ളത്, രക്ഷിതാക്കൾ ഇട്ടിട്ടുള്ളത്. പടച്ചോനെ ഇവന്റെ ബാപ്പാക്കും ഉമ്മാക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. യുവർ ഫാദേഴ്സ് നെയിം? നവാസ് ഇവിടെ ഉണ്ടോ? ഇല്ല. എവിടെയാണ്? നാട്ടിലുണ്ട്, ഇവിടെ എന്തെങ്കിലുമൊക്കെ അസുഖം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ജോലിക്ക് പോയി ക്ഷീണം കൊണ്ട് വരാത്തതാവും, സാരമില്ല. നാളെയെങ്കിലും നേരത്തെ വരാൻ നവാസിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉണ്ടോ? എവിടെ ഉണ്ട്? നായിം സ്വയേക അല്ലേ? വരയിലുണ്ടല്ലേ? അദ്ദേഹം നമ്മളെ പ്രവർത്തകനാണ് നവാസ്. എന്തെങ്കിലും സംഗതി വശാൽ പുറത്തു പോയതായിരിക്കും. വാപ്പ ഇന്നലെ ഇവിടെ സദസ്സിലുണ്ടായിരുന്നോ? ഇന്നലെ സദസ്സിലുണ്ടായിരുന്നു. ഓക്കെ. ഇന്നിപ്പോ എന്തോ ഒരു പ്രശ്നത്തിന് പോയതാണ്. അള്ളാഹു ആ നവാസിന്റെ ഉമ്മയും ബാപ്പിയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. നവാസിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട്. ആ ബാപ്പ ജീവിച്ചിരിക്കണില്ല. നവാസിന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. നവാസിന്റെ വാപ്പാക്ക് സ്വർഗം നൽകണേ അല്ലാ. യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം? നവാസിന്റെ ഫാദറെ പേര് ഇബ്രാഹിം. അതാ ഉസ്താദ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഉസ്താദെ. കുട്ടികൾ സ്വന്തം പഠിക്കണം. ആയിക്കോട്ടെ. ഇബ്രാഹിം നബിയുള്ളാഹ് ഉറക്കം പൂണ്ടേ ഇറയാവൻ ഖുദ്റത്താൽ കനവ് കണ്ടേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നമ്മളെ റിദ്വാൻ എന്ന കുട്ടിന്റെ ബാപ്പാന്റെ വാപ്പാക്ക് റബ്ബേ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അയാളെ പേരക്കുട്ടിയായ റിദ്വാനെയും എല്ലാ പേരക്കുട്ടികളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഒരു അത്തറുണ്ട്, എനിക്കൊരു കാര്യപ്പെട്ട ആള് തന്നതാണ്, മക്കത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൊടുത്തോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയിൽ പിടിച്ചോട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ലെറ്റ്സ് ഗോ. സന്തോഷത്തോടു കൂടി പോകാം. അല്ലാഹു ആ കുട്ടിക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ആ കുട്ടിന്റെ ബാപ്പ ആ കുട്ടിക്ക് സമ്മാനം കിട്ടിയപ്പോ കാണാനുണ്ടായില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായി പോയി. ഉണ്ടോ? എവിടെ? അതെവിടെയെങ്കിലും അവ നമ്മൾ പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്, റസൂലുള്ളാഹിന്റെ മോളാണ്. ആര്? റുഖിയ്യ റളിയല്ലാഹു അൻഹാ.
അതുകൊണ്ട് റുഖിയ ബീവിക്ക് തീരെ സുഖമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞു, മകളുടെ ഭർത്താവായ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ 8 പേർക്ക് ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾ അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞതാണ്. എന്നാലും അവർക്ക് പ്രത്യേകമായ കാരണം, യുദ്ധവുമായി ബന്ധപ്പെട്ട കാരണം തന്നെയാണ് പലർക്കും ഉള്ളത്. ഓരോ ഡ്യൂട്ടി അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തതാ. അതുകൊണ്ട് ആ 8 അടക്കം റസൂലുള്ളാഹിന്റെ കൂടെ വന്നവർ എത്ര പേരാണ്? 305 പേര്. 305 സ്വഹാബികളും റസൂലുള്ളാഹിന്റെ കൂടെ വരാത്ത 8 ആൾക്കാരും. എല്ലാവർക്കും സമ്മാനമുണ്ട്. കുട്ടികൾ ആരും പോകണ്ട, ലാസ്റ്റ് വരെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സമ്മാനമൊക്കെ ലാസ്റ്റാ കൊടുക്കുക. തങ്ങൾ വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് തങ്ങളെ കൈകൊണ്ടാ കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നല്ല ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്. സുഹൃത്തുക്കളെ, അള്ളാന്റെ ഹബീബായ തങ്ങളുടെ കൂടെ ഉള്ളത് എത്ര സ്വഹാബികളാണ്? 305 സ്വഹാബികളാണ്. 8 പേരെ റസൂലുള്ളാഹി ഒഴിവാക്കിയതാണ്, ഓരോരോ ഡ്യൂട്ടികൾ കൊടുത്തതാണ്. അപ്പൊ 305ഉം 8ഉം എത്ര ആകും? മനസ്സിലായില്ലേ കുട്ടികളെ? 300. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം ഉണ്ട്, ലാസ്റ്റ് തരും ഇൻഷാ അല്ലാഹ്. 313 ബദരീങ്ങളെ എണ്ണം അല്ലേ? അതെ, ആ ബദരീങ്ങൾ പുറപ്പെടുമ്പോൾ ബദറുൽ ഹുദാ യാസീൻ നബി ഖറജ അന്നേരം വളർക്കൊടി 3 കെട്ടിടയി സ്വഹാബത്തിന് പതാക ഉണ്ടായിരുന്നു. 3 പതാകയുണ്ടായിരുന്നു. ആ പതാക പിടിക്കുന്നതാരാ? ഓരോ പതാക പിടിക്കുന്നത് ഓരോ നേതാക്കളാണ്. അതാ സൈന്യത്തിന്റെ ബദരീങ്ങളെ നേതാക്കളാണ്. ബദരീങ്ങളിൽപ്പെട്ട 3 നേതാക്കന്മാരെ വിളിച്ചു. ആര് വിളിച്ചു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിക്കോളൂ. ആ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഓർത്തൊന്ന് നോക്ക്, സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത. ഓർത്തൊന്ന് നോക്ക്, ഓർത്തൊന്ന് നോക്ക്, സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത. സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. നമ്മളെ ബാപ്പാദം അലൈഹിസ്സലാം നമ്മളെ ഉമ്മാക്ക് മഹറായിട്ട് എന്താ കൊടുക്കുക? മഹറായിട്ട് കൊടുക്കാൻ സ്വർഗം മുഴുവനും കൊടുക്കാം എന്ന് ആദം അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, അതൊന്നും പോരാ, അതിനേക്കാളും വിലയുള്ളത് വേണം. ആദം നബിയുള്ളാഹി മഹർ കൊടുത്തത് തിരു മുസ്തഫ നബിമേൽ സ്വലാത്താണ് 20. എത്ര സ്വലാത്താണ് നമ്മളെ ഉമ്മാക്ക് നമ്മളെ വാപ്പ മഹറായിട്ട് കൊടുത്തത്? 20 സ്വലാത്ത്. റിദ്വാൻ അത് ശ്രദ്ധിച്ചില്ല. ഇവിടെ റിദ്വാൻ എല്ലാ അത്തരം കൊണ്ടുപോകാൻ പോയതുകൊണ്ട് ഞാൻ ആർക്കും സമ്മാനം തരൂല. കാരണം എല്ലാവരും എല്ലാ സമ്മാനം വാങ്ങിയിട്ട് പോകാൻ നിൽക്കാൻ തരികയാണെങ്കിൽ ലാസ്റ്റ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സമ്മാനം കൊടുത്താൽ അവരെല്ലാം സമ്മാനിച്ച് പോവാണ് ഇൻഷാ അല്ലാഹ്. എന്നാലും വേണ്ടിയില്ല റിദ്വാനിക്കും റിദ്വാന്റെ വാപ്പ നവാസിനും നവാസിന്റെ വാപ്പ ഇബ്രാഹിം സാഹിബിനും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവരെ ഭാര്യമാർക്ക് അവരെ മക്കൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ ഉമ്മവാപ്പമാർക്ക് ഞങ്ങളെ മക്കൾ പരമ്പരകൾക്ക് എല്ലാവർക്കും ഭാര്യമാർക്കും ഞങ്ങളെ സഹോദരങ്ങൾക്കും തൗഫീഖ് നൽകണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 3 കൊടിയെടുത്തു മുഹമ്മദ് മുസ്തഫ. അത് 3 സ്വഹാബികളെ കയ്യിൽ കൊടുത്തു. 20 സ്വലാത്താ മഹറായിട്ട് കൊടുത്തത്. സ്വർഗം മൊത്തം കൊടുക്കാന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു, ഏയ് അത് പോരാ. എന്താ മഹറായിട്ട് കൊടുത്തത്? നമ്മളെ വാപ്പ ആദം അലൈഹിസ്സലാം എന്താ മഹറായിട്ട് കൊടുത്തത്? എത്ര? ഓർത്തൊന്ന് നോക്ക്, സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. ഓർത്തൊന്ന് നോക്ക്, സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വില പിടിപ്പതിനുള്ളതാ. ചൊല്ല് യാ റബ്ബി സ്വല്ലി അലൻ നബി. വെറുതെ കിട്ടിയൊരു പൊടിയാണ്. ആ പൊടി ചൂടാക്കിയതാ. കേന്ദ്ര സർക്കാരിന്റെ വക ഫ്രീ ആയിട്ട് കിട്ടിയതാ. ഇന്ത്യ ഗവൺമെന്റിന്റെ വക. ലക്ഷദ്വീപിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ കിട്ടിയതാ.
ഷുഗർ പേഷ്യന്റുകൾക്കൊക്കെ ഫ്രീ കൊടുക്കും. അത് ഫ്രീ തന്നത് ഡോക്ടർ തഖിയുദ്ദീൻ. അയാൾക്കും അല്ലാഹു തആല നല്ല ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ, നല്ല മക്കളെ കൊടുക്കുമാറാകട്ടെ. 3 കൊടിയെടുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്നാമത്തെ കൊടിയെടുത്തു, വിളിച്ചു റസൂലുള്ളാഹ്. അതെ, ഒന്നാമത്തെ കൊടി വെളുപ്പാണ്, രണ്ടാമത്തതും മൂന്നാമത്തതും കാലാവാലാഹേ. രണ്ടാമത്തതും മൂന്നാമത്തതും എന്താണ്? കാലാവാലാഹ എന്ന കുട്ടികൾ പറഞ്ഞു. കാലാവാലാഹ എന്നുള്ള മലയാളം പറയുമോനെ കറുപ്പാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ട് പഠിച്ചു വെച്ചോളി. രണ്ടാമത്തെ കൊടിയും മൂന്നാമത്തെ കൊടിയും കറുപ്പാണ്. അൽഹംദുലില്ലാ, മൂപ്പർക്കും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ വെളുത്ത കൊടിയെടുത്തു മുത്ത് റസൂലുള്ളാഹി. കണ്ടോ, സദദക്കുടൈ കോൾ പൊങ്കും തിരുകരമാൽ ഒണ്ടാമ തദിനബി തൻ തോളർ മിസ്അബിലീം ദാർ അവരത് തനെ പിടി ചെയ്താറ്റൽമും ബിലദിലയാഗൈ. കണ്ടോ, സദദക്കുടൈ കോൾ പൊങ്കും തിരുകരമാൽ ഒന്നാമത്തതിനെ നബി തൻ തോളർ മുസ്അബിൽ ഈന്താർ. ഒന്നാമത്തെ കൊടി ആർക്കാ കൊടുത്തത്? മുസ്അബ് ബിൻ ഉമൈർ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനാണ് ഒന്നാമത്തെ വെളുത്ത കൊടിയാണ് ആ കൊടി കൊടുത്തതാർക്കാണ്? മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്അബ് തങ്ങളോട് പറഞ്ഞു, കുറച്ച് മുമ്പിലേക്ക് നിൽക്ക് മോനെ, രണ്ടാമത്തെ കൊടി അത് കറുപ്പാണ്. ആ രണ്ടാമത്തെ കൊടി എടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രണ്ടാമത്തെ കൊടി എടുത്തിട്ട് ആരെ കയ്യിലാ കൊടുത്തത്? തങ്ങൾക്കും. രണ്ടാമത്തെ കൊടി ആർക്കാ കൊടുത്തത്? അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മോനാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാടെ മോനാണ്, ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മോനാണ്. എന്താണ് ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ പേരെന്താ? അലി റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ പേരല്ല, ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മോന്റെ പേരാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാടെ മോന്റെ പേരാണ്. മൂത്താപ്പാന്റെ പേരെന്താ? ആർക്കും പറയാം. അബ്ദുൽ മുത്തലിബ് എന്നുള്ള ഉത്തരം തെറ്റാണ്. എന്നാലും ആ കുട്ടിക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഒരു ഉത്തരം പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞല്ലോ. അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ജ്യേഷ്ഠനല്ല, റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ വാപ്പയാണ്. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ വാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അവരെ ബാപ്പ റസൂലുള്ളാഹിന്റെ ബാപ്പ അബ്ദുല്ല. അവരെ ബാപ്പ എന്താ മോനെ? അബ്ദുൽ മുത്തലിബ്. അവരെ ബാപ്പ ഹാഷിം. അവരെ ബാപ്പ അബ്ദുമനാഫ്. നബിയോരെ 20 ഉപ്പാപ്പമാരുടെ പേര് പാടിക്കൽ വൂജൂബാണല്ലോ. അബ്ദുല്ല, അബ്ദുൽ മുത്തലിബും ഹഷീമും അബ്ദുമനാഫും ഖുസൈയും പിന്നെ കിലാബും മുറത്തും കഅബും ലുഅയ്യാണ് ഖലീബും ഫിഹറും മാലിക്കും നദർ കിനാനത്തും ഖുസൈമത്തും മുദ്രിക مع نزار مع مضار نزار الله മഅദും അദ്നാനും ചേർന്നാലി 20 പൂർത്തിയായിടുന്നു ഉപ്പാപ്പമാർ. നിങ്ങൾ സ്കൂൾ പഠിച്ചിട്ടില്ല? അക്കാലത്തൊരു പാട്ട് കേട്ടില്ലേ നിങ്ങൾ? ഒന്നാനാം കുന്നിന്മേൽ ഓരാടി മണ്ണിന്മേൽ ഒരായിരങ്കിളി കൂടുവെച്ചു കൂട്ടിന്നീളങ്കിളി താമര പൈങ്കിളി താനീരും നാടുന്ന പൊന്നോല. എന്നെ പഠിപ്പിച്ചത് തങ്കമ്മ ടീച്ചറാണ്. തങ്കമ്മ ടീച്ചർ ഇപ്പൊ ദുനിയാവിലാണോ ആഖിറത്തിലാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആകട്ടെ, ദുനിയാവിലുണ്ടെങ്കിൽ അവിടെ മരിച്ചതിന് ശേഷം സന്തോഷത്തിലെത്താനുള്ള വഴിയിലേക്ക്, ഹിദായത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. എന്നെ പഠിപ്പിച്ച ടീച്ചർ, ആ പാട്ട് പഠിപ്പിച്ച ടീച്ചറാ അല്ലെ? നിങ്ങളെയും പഠിപ്പിച്ചല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം, രണ്ടാമത്തെ കൊടിയെടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. രണ്ടാമത്തെ
ഒന്നാമത്തെ കൊടിയെടുത്തിട്ട് ആരെ കയ്യിലാ കൊടുത്തത്? റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മോനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാ. അലിയാർ തങ്ങളെ ബാപ്പാന്റെ പേര് ആർക്കും അറിയില്ല. അബൂ താലിബ്. അതെ, അതാണ് ശരി. ആ കുട്ടി പറഞ്ഞതാണ് ശരി, അബൂ താലിബ്. ലേ അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബൂ താലിബിൻ തൻകനിയെ അബൂ താലിബിൻ തൻകനിയെ. പാടുന്നോൾക്ക് പാടാം. അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബൂ താലിബിൻ തൻകനിയെ അബൂ താലിബിൻ തൻകനിയെ. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബടബംബർ പതിനാലാളെ തകർത്ത്. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബടബംബർ പതിനാലാളെ തകർത്ത്. ബദ്ർ യുദ്ധക്കളം വിറച്ചു മഹാവമ്പരെയും തുലച്ചു. പാടുപാട്. അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബൂ താലിബിൻ തൻകനിയെ അബൂ താലിബിൻ തൻകനിയെ. എല്ലാവരും സലാം പറയും. റസൂലുള്ളാഹിക്ക് സലാം പറയണം. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുഹമ്മദ് നബിയേ സലാം, യാ മുഹമ്മദ് നബിയേ സലാം. രണ്ടാമത്തെ കൊടി കൊടുത്തത് റസൂലുള്ളാഹിന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ മോനായ ആരുടെ കയ്യിൽ? റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. മൂന്നാമത്തെ കൊടി അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. ആരുടെ കയ്യിൽ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. ഇനി ആ സ്വഹാബത്തിന്റെ കയ്യിലുള്ള ഒരുക്കങ്ങൾ എത്രയാ? അദദ് ദുറൂഉ ഉണ്ട് 9. പടക്കുപ്പായം 9 എണ്ണം മാത്രമേ ഉള്ളൂ. ശത്രുവിന്റെ അടിയും ഇടിയും വെട്ടും കുത്തൊക്കെ കേൾക്കുമ്പോൾ, ശത്രുവിന്റെ അടി വരുമ്പോ, വാളിന്റെ വെട്ട് വരുമ്പോ, കുന്തത്തിന്റെ കുത്ത് വരുമ്പോ, അമ്പും വില്ലും വരുമ്പോ അത് തടുക്കാനാണ് ഇരുമ്പിന്റെ പടക്കുപ്പായം. ഇരുമ്പിന്റെ പടയങ്കി ആകെ ഉള്ളത് 9 എണ്ണം മാത്രമാണ്. 9 ആൾക്കാർ ഒരു കുപ്പായം എത്ര ഇടാൻ പറ്റും? ഒരാൾക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ 9 പടക്കുപ്പായമുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു സാധനവും ഇല്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ വന്നത്. അവരിലെ അടവ സുയൂഫി 8 ഉണ്ട്. സുയൂഫി 8 ഉണ്ട്. 8 വാള് മാത്രമേ ഉള്ളത്. അതേ 305 സ്വഹാബത്തിന്റെ കയ്യില് എത്ര വാള്? 8 വാള് മാത്രമാണ്. അധിക ആൾക്കാരെ കയ്യിലും ബ്ലേഡിന്റെ പൊട്ട് പോലും ഇല്ല. ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റൂല. സ്വഹാബികൾ യുദ്ധത്തിനല്ല പോയത്. ഇപ്പൊ 1-ാം ലോകമഹായുദ്ധം ഉണ്ടായില്ലേ, 2-ാം ലോകമഹായുദ്ധം ഉണ്ടായില്ലേ, ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ മരിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൈ മുറിഞ്ഞില്ലേ, കാല് മുറിഞ്ഞില്ലേ, കണ്ണിന്റെ കാഴ്ച പോയില്ലേ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടപ്പോള് എത്രയോ ആൾക്കാരെ കണ്ണിന്റെ കാഴ്ച പോയില്ലേ. ഇന്നും ജീവച്ഛവങ്ങളായി ആളുകൾ ജീവിക്കുന്നില്ലേ. എന്നാൽ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടില്ല. 10,000-കണക്കിന് ആൾക്കാർ മരിച്ചിട്ടില്ല. 1000-കണക്കിന് ആൾക്കാർ പോലും മരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ബദറിലേക്ക് പോകുമ്പോ അധിക സ്വഹാബത്തിന്റെ കയ്യിലും ബ്ലേഡിന്റെ പൊട്ട് പോലുമില്ല. ധരിക്കാൻ കുപ്പായങ്ങളില്ല, വസ്ത്രങ്ങളില്ല, കാലുമ്മ ചെരിപ്പുകളില്ല. അതേ
മദീനയിൽ നിന്നിട്ട് ബദറിലേക്കാണ് അവർ യാത്ര വന്നത്. എങ്ങട്ട്? ബദറിലേക്ക്. മദീനയിൽ നിന്ന് ബദറിലേക്ക് എത്ര കിലോമീറ്ററാ മോനെ? 150 കിലോമീറ്റർ ഉണ്ട്. സ്വഹാബികൾ യാത്ര ചെയ്ത റോഡ് ഇന്നും ആ വഴിയിലൂടെ റോഡ് വന്നിട്ടുണ്ട്. ആ റോട്ടിലൂടെ പലവട്ടം ഞാൻ യാത്ര പോയിട്ടുണ്ട്. ബദറിൽ നിന്നിട്ട് മദീനയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ അത് വേറെ ഉണ്ട്, ഖത്തുസരി വേറെ ഉണ്ട്. സ്വഹാബികൾ പോയ വഴിയിലൂടെ ഇന്ന് റോഡ് ചെറിയ റോഡ് കെട്ടിയിട്ടുണ്ട്. അടുത്ത കാലത്ത് 150 കിലോമീറ്റർ ദൂരമുണ്ട് മദീനയിൽ നിന്നിട്ട് ബദറിലേക്ക്. എത്ര കിലോമീറ്ററാ ദൂരം? രാമല്ലൂരിൽ നിന്ന് പേരാമ്പ്രക്ക് എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ. പക്ഷെ ഈ സദസ്സിലുള്ള 35 വയസ്സിന്റെ താഴെയുള്ള ഒറ്റ കുട്ടിയും ഈ 5 കിലോമീറ്റർ നടന്നു പോയിട്ടില്ല. നടന്നു പോയിക്കണോ മോനെ? നിങ്ങൾ നടന്നു പോയിക്കണോ? ഇല്ലല്ല, പോയിട്ടില്ല. നിങ്ങളെ പേരെന്താ? അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല, നിങ്ങൾ പ്രവാസിയായിരുന്നു, ബറക്കത്തിലാക്കണേ അല്ലാഹ്. ആയിരുന്നു. അല്ലാഹു ഇനിയും നല്ല ബറക്കത്തുള്ള ഏർപ്പാടിന്റെ വഴികൾ തുറന്നു കൊടുക്കണം അല്ലാഹ്. പേരെന്താ? നൗഷാദ്. അൽഹംദുലില്ലാഹ്. രാമല്ലൂരിൽ നിന്നിട്ട് നടന്നു പോയിട്ടുണ്ടോ പേരാമ്പ്രയിലേക്ക്? ഇല്ല. നൗഷാദ് നടന്നു പോയിട്ടില്ല. 40 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒറ്റ കുട്ടിയും നടന്നിട്ടില്ല. എന്നാൽ സ്വഹാബത്ത് 150 കിലോമീറ്റർ 150 കിലോമീറ്റേഴ്സ് നടന്നിട്ട് വന്നതാ. സ്വഹാബത്ത് നടന്നിട്ട് വന്നതാ. കാരണം ആകെ ഉള്ളത് 70 ഒട്ടകം മാത്രമാണ്, 5 കുതിരകൾ മാത്രമാണ്. കണ്ടോ നിങ്ങൾ? സ്വഹബുകളിൽ മൂണ്ടാളിൽ അബുമർസദോർക്ക് സബൽയന പേർ ഖൈലുണ്ടും പുലിമിഖ്ദാദിൽ സബ്ഹ തദംബർ ജതാരണ്ടിൽ ഒരു തുരകം താൻ ഉഹം സുബൈറുൽ അവ്വാമില്ലയസോ ബെണ്ടുന്നും ഉരപുരവീതാനും ഉണ്ടനി സബഊന നെടിലുകൾ ഉളതവയിൽ ഉണ്ടും നാൻ പല പല ഖൗലാൽ ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖറജായി നേരം വള്ളർ കൊടി മോണ്ടെണ്ണം കേട്ടിടൈ അതിലുണ്ട് അബ്ബിയന്ന് വർണ്ണമതാ പിണ്ടണ്ടും അസ്വദുമാമേ. കണ്ടോ? സബഊന നെടിലുകൾ ഉളതവയിൽ ഉണ്ടുന്നാൻ പല പല ഖൗലാൻ. 70 ഒട്ടകം മാത്രമാണുള്ളത്. 70 ഒട്ടകപ്പുറത്ത് എന്റെ ഒട്ടകപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യാ, മറ്റേ ആൾ ഒട്ടകപ്പുറത്ത് മറ്റേ ആൾ യാത്ര ചെയ്യാ. അങ്ങനല്ല. ഉള്ള ഒട്ടകപ്പുറത്ത് ആളുകൾ മാറി മാറി ഇരിക്കുകയാണ്. ഒരാൾ കുറച്ചിരിക്കും, അടുത്ത ആളോട് കയറാൻ പറയും, അടുത്ത ആൾ കുറച്ചങ്ങോട്ട് പോകും, അപ്പോഴേക്കും മൂന്നാമനോട് കയറാൻ പറയും. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അധിക സ്വഹാബികളും നടന്നിട്ടാ വന്നത്. അങ്ങനെ ബദറിൽ നിന്ന് പുറപ്പെട്ട് അവരങ്ങനെ ബദറിലേക്ക്, ബദറിൽ നിന്നല്ല പുറപ്പെട്ടത്. എവിടെന്നാ പുറപ്പെട്ടത്? എവിടെ നിന്ന്? ശരിയാണ്, മദീനയിൽ നിന്ന്. മാഷാ അല്ലാഹ്. ബദറിൽ നിന്നല്ല, മദീനയിൽ നിന്ന്. ആ കുട്ടി പറഞ്ഞ കറക്റ്റാണ്. അല്ലാഹു ബർക്കത്തിലാക്കട്ടെ. എല്ലാരും പറയും മാഷാ അല്ലാഹ്. പറയൂ മാഷാ അല്ലാഹ്. സന്തോഷം ഉണ്ടാകുമ്പോ പറയേണ്ട ഒരു വാക്കാണ്. ബദറിൽ നിന്നല്ല എന്ന് പറഞ്ഞ് എവിടെ നിന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു മദീനത്ത് നിന്ന്. അൽഹംദുലില്ലാഹ്. മദീനത്ത് വേഗം പോകാൻ ആ കുട്ടിക്കും ആ കുട്ടിന്റെ ഉമ്മാക്കും ബാപ്പാക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ കുട്ടികൾക്കും മദീനയിലെത്താൻ ഉമ്മ ബാപ്പാന്റെ കൂടെ പോകാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ആമീൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുട്ടിന്റെ ബാപ്പാന്റെ പേരെന്താ? വറക്ക പറയുമോനെ? സെറീൻ. ആയിക്കോട്ടെ. അല്ലാഹു ബർക്കത്തിലാക്കുമാറാകട്ടെ. അതേ സമയത്ത് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വരുന്ന കച്ചവട സംഘക്കാർ, അവരെ തലവൻ ആരാണ്? അബൂ സുഫിയാൻ. ആ കച്ചവട സംഘത്തിന്റെ തലവൻ ആരാണ്? അബൂ
സുഫിയാൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അന്ന് റസൂലുള്ളാഹിന്റെ ബദർ സമരം നടക്കുന്ന കാലത്ത് കഠിന ശത്രുവാണ്. അതുപോലെ ഉഹദ് യുദ്ധത്തിന്റെ നേതാവാണ്. ആര്? ശത്രുക്കളെ സംഘത്തിന്റെ അഹ്സാബ് സംഘത്തിന്റെ തലവനായിരുന്നു ഉഹദിൽ. ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഫത്ഹ് മക്ക നാൾ ഇസ്ലാമാകിടൈ റളിയല്ലാഹു അൻഹും സദദമേ. ഈ അബൂ സുഫിയാൻ ഉണ്ടല്ലോ, കച്ചവട സംഘത്തിന്റെ തലവൻ, ഭയങ്കര ഐഡിയൽ ആളാണ്. മൂപ്പർക്ക് നേരത്തെ തന്നെ ഡൗട്ട് ഉണ്ട്. നമ്മൾ മുഹമ്മദിന്റെ ആൾക്കാരെ സ്വത്തൊക്കെ എടുത്തിട്ടാണ് പലരും ഇത് എന്റെ ഷെയറാന്നും പറഞ്ഞ് കച്ചവടത്തിൽ ചേർന്നത്. എന്നാൽ മുഹമ്മദിന്റെ നാടായിരിക്കുന്ന മുഹമ്മദ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായ മക്കത്തുള്ള മുഹാജിരീങ്ങൾ താമസിക്കുന്ന രാജ്യമായ മദീനയുടെ പരിസര പ്രാന്ത പ്രദേശത്തു കൂടിയാണ് അബൂ സുഫിയാൻ മടങ്ങുന്നത്. എങ്ങോട്ട്? ബദർ വഴിയാണ് മടങ്ങാറ് പതിവുള്ളത് മക്കയിലേക്ക്. അപ്പൊ അബൂ സുഫിയാന് മനസ്സിലായി മുഹമ്മദിന്റെ ആൾക്കാർ ഇവിടെ പരിസരത്തോടെ ഉണ്ടെന്ന് ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാലും ലക്ഷണം മനസ്സിലാക്കാൻ ഭയങ്കര കഴിവുള്ള ആളാണ്. കറക്റ്റായിരുന്നു അത്. അബൂ സുഫിയാന്റെ വീക്ഷണം ശരിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അബൂ സുഫിയാൻ പെട്ടെന്ന് സാധാരണ പോകാറുള്ള വഴിയിലൂടെ പോകാതെ, ബദർ വഴിക്ക് പോകാതെ, കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്ത്, ബദറിന്റെ പടിഞ്ഞാറ് എനിക്ക് തോന്നുന്ന ഒരു 15, 20, 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാൽ ബഹറാണ്, കടലാണ്. ഏത് കടല്? അൽ ബഹറുൽ അഹ്മർ, റെഡ് സീ. കുറച്ചുകൂടി അത് ബദറിന്റെ നേരെ പടിഞ്ഞാട്ട് പോയാൽ കടലാണ്. ആ കടൽ കരയിലൂടെ നേരെ തെക്കോട്ട് രക്ഷപ്പെട്ടു. പെട്ടെന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്നതിന് മുമ്പ് ആ വഴിയിൽ വെച്ച് ലംലം എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു, കൂലിക്ക് വിളിച്ചു, കേസ് കൊടുത്തിട്ട് കൂലിക്ക് വിളിച്ചു. അബൂ സുഫിയാൻ ആരെയാ വിളിച്ചത്? ലംലം എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു. ലംലമിനോട് പറഞ്ഞടേ, എനിക്ക് ഞാൻ കേസ് തരാം, നിനക്ക് ഞാൻ കേസ് തരാം, അങ്ങോട്ട് കൊണ്ട് പോകാൻ നിൽക്കട്ടെ, മോനെ പൈസ തരും, അവിടേക്കും ഇവിടേക്കും നടക്കണ്ട, അവിടെ ഇരിക്കും. എവിടേക്ക് പോകണം? ലംലം എങ്ങട്ടാ? ലംലമേ എങ്ങട്ടാ പോകേണ്ടത്? ലംലം എന്താ കുറെ പോയി ബാക്കിൽ പോയി നിൽക്കുന്നത്? ലംലം മക്കത്തേക്ക് പോകണം. എവിടേക്ക് പോകണം? മക്കത്തെത്താൻ എല്ലാ ലംലമിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്നത്തെ ലംലമിനോട് അബൂ സുഫിയാൻ പറഞ്ഞു, ലംലമിന്റെ കയ്യിൽ 20 മിസ്കാല് പൊന്നു കൊടുത്തു, കൂലി കൊടുത്തു. കൂലി കൊടുത്തിട്ട് പറഞ്ഞു, എടാ ലംലമേ, നീ വേഗം മക്കത്ത് പോകണം. മക്കത്ത് പോയിട്ട് വിവരം പറയണം, മക്കക്കാരെ മുഴുവനും വിവരം അറിയിക്കണം. നിങ്ങളുടെ കച്ചവട സമ്പത്തിനെ മുഹമ്മദ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അതുകൊണ്ട് പെട്ടെന്ന് സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെടണം എന്ന് പറയണം. അപ്പൊ ലംലം പെട്ടെന്ന് പൈസ കിട്ടിയതല്ലേ, ബീരാൻകുട്ടി കിട്ടിയതാ പൈസ. ബീരാൻകുട്ടി കിട്ടിയപ്പോ ഈ പറഞ്ഞ ലംലം പെട്ടെന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. നേരെ സ്പീഡുള്ള വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്ത് പോയിട്ട് ജബൽ അബീ ഖുബൈസ്, അബൂ ഖുബൈസ് മലയുടെ മുകളിൽ കയറിയിട്ട് 2 കൈയും ഇങ്ങനെ കോർത്തിട്ട് തലയിൽ വെച്ചിട്ട് അബുവല്ല ലംലം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞു എന്നറിയോ? പെട്ടെ ഖുബൈസിൻ പകുട്ടിം നോരട്ടാതി വിട്ടത് ലംലം താൻ, ഇട്ടത് ലംലം താൻ. പിത്തം പതൈ തിരുഹസ്തം ശിരസീനിൽ ബത്ത് വിളിത്തുരത്താൻ, ബത്ത് വിളി തുരത്താൻ. പെട്ടേ ഖുബൈസിൻ പകുട്ടിന്ന് ഒരട്ടാതിപ്പിട്ടത് ലംലം താൻ. ഖുബൈസ് എന്ന് പറയുന്ന മലമുകളിൽ കയറിയിട്ട് കഅബാലയത്തിന്റെ തൊട്ടടുത്തുണ്ട് മല. കഅബത്തിന്റെ തൊട്ടടുത്ത് രാജാവിന്റെ കൊട്ടാരല്ലേ, ഒരു മലല്ലേ, കൊട്ടാരമുള്ള മല. ആ മലയാണ്. നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? 18 കൊല്ലം സൗദിയിലാ. എന്നാ പിന്നെ ഞങ്ങൾ പോകാതിരിക്കൂല. ആ കഅബത്തിന്റെ തൊട്ടടുത്തുള്ള ജബൽ അബീ ഖുബൈസ് മല. ആ ജബൽ അബീ ഖുബൈസ് മല ഇന്ന് അവിടെ രാജാവിന്റെ കൊട്ടാരൊക്കെ ഉണ്ട്. ആ ജബൽ അബീ ഖുബൈസ് മലയുടെ മുകളിൽ കയറിയിട്ട് ലംലം 2 കൈയും കോർത്തിട്ട് പിത്തം പതയ്ത്ത് ഇരുഹസ്തം ശിരസിനിൽ ബത്ത്, ആ 2 കൈയും കൂടി തലന്റെ മുകളിൽ വെച്ചിട്ട് ഇയാള് വിളിച്ചു പറയാണ്, തിട്ടമേ ദിക്കുകൾ ഒക്കയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ, മക്കാരെ
തിങ്കലായി ഉങ്ങൾക്ക് ഇറങ്ങിയ ബൻബലാ സങ്കടം കേളുവീരേ. മക്കക്കാരെ, നിങ്ങൾക്ക് വലിയ ബലാ സങ്കടം വരാൻ പോവാൻ, ആഫത്ത് മുസീബത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞയച്ച നിങ്ങളുടെ പ്രതിനിധികളായ കച്ചവട സംഘക്കാരുമായിട്ട് മുഹമ്മദ് നിങ്ങളുടെ കച്ചവട സമ്പത്തിനെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതാ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും അതിനുങ്ങൾ കിട്ടി അനുഭവത്തിട്ടിടാൻ എത്തിയമാം അതിൽ നിന്ന് ഒട്ടും നിങ്ങൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനോട് എതിർക്കാൻ വേണ്ടി പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടത് പെട്ടേ ഖുബൈസിൻ പകുട്ടിം നോരട്ടാതി വിട്ടത് ലംലംതാൻ ഇട്ടത് ലംലംതാൻ പിത്തം പദൈതീരു ഹസ്തം ശിരസീനിൽ ബത്ത് ബിളിത്തുരത്താൻ ബത്ത് ബിളിത്തുരത്താൻ തിട്ടമെതിക്കുകളൊക്കെയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ മക്കമിൽ മിക്കവരെ തിങ്കല ഉങ്ങൾക്കിറങ്ങിയ ബൻബല സംഗീതം കേളുവീരേ സംഗീതം കേളുവീരേ. ഒട്ടും അതിനുങ്ങൾ കിട്ടി അനുഭവിത്തിട്ടിട നിത്യമാം തിട്ടിട നിത്യമാം. ഓമ ഹലകളെ തമഹലാക്കുമൈ കാമൻ മൊഴി സത്യമാം കാമൻ മൊഴി സത്യമാം. ഇതൊക്കെ പഠിക്കണമെങ്കിൽ പഠിക്കാൻ സൗകര്യമുണ്ട്. വാട്സാപ്പിൽ കോഴ്സ് ഉണ്ട്. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഞാനിത് ഇങ്ങനെ പലയിടത്തും, കൂടുതൽ കാസർഗോഡ് ജില്ലയിലാണ് എനിക്ക് പരിപാടികൾ ഉണ്ടാകാറുള്ളത്, മംഗലാപുരം പരിസരത്തും ആണ് കൂടുതൽ ഉണ്ടാകാറുള്ളത്. അപ്പൊ അവിടുത്തെ ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഇത് പലർക്കും പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു കോഴ്സ് വെച്ചൂടെ? അങ്ങനെ കോഴ്സ് വെക്കാൻ പോവാണ്, വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് വാട്സാപ്പിലൂടെ. മനസ്സിലായില്ലേ? അത് ആവശ്യക്കാർക്ക് അതുമായി ചേരാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അതിനൊക്കെ സൗകര്യമുണ്ട്. നിങ്ങൾ വരിയിലിരുന്നാൽ മതി. നിങ്ങളെ വരിയിലിരിക്കുക, ഞാൻ എൻ്റെ വരിയിലിരിക്കുക. അല്ലാഹു തആല പഠിക്കാനും പഠിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇയാള് പറഞ്ഞു, എല്ലാരും പെട്ടെന്ന് പുറപ്പെടണം, സൈന്യം പുറപ്പെടണം, എല്ലാരും റെഡിയാകണം, ആരും മാറിക്കാൻ പാടില്ല എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അയാളെ പേര് അതന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോ അബൂജഹലിനെ കേട്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് സമരം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ പുറപ്പെടണം എന്നാണല്ലോ പറയണത്. ഇതിനെ കേട്ടപ്പോ അബൂജഹൽ നാസോറുകളിൽ മഹാകൂറ്റിനാൽ അബൂജഹൽ നാദായിപ്പോൾ ഉരത്തതിന് ജനങ്ങളോട് നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അത് അറബി വേർഡാണ്. നാസോറുകളിൽ മഹാകൂറ്റിനാൽ ജനങ്ങളോട് ഭയങ്കര സൗണ്ടില് അബൂജഹലും വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ആരും മാറി നിൽക്കരുത്, മുഹമ്മദിനെ പാഠം പഠിപ്പിക്കണം. അത് ശരി, നമ്മൾ ഇവിടുന്ന് ഒരു കച്ചവട സംഘത്തിനെ പറഞ്ഞയച്ചിട്ട് മുഹമ്മദ് ആക്രമിക്കുക. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വെറുതെ ആക്രമിക്കുകയാണോ? അല്ല. ഈ ശത്രുക്കളുടെ ലക്ഷ്യം ശരിയല്ല, മക്കളെ പോത്തലല്ല. ശത്രുക്കൾ മദീനയെ ആക്രമിക്കലാണ്, റസൂലുള്ളാഹിനെ വകവരുത്തലാണ്, സ്വഹാബത്തിനെ വകവരുത്തലാണ്. അതുമാത്രമല്ല, സ്വഹാബത്തിന്റെ സ്വത്തും കൂടി എടുത്തിട്ട് അവർ കച്ചവടത്തിന് പോയത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യാൻ റസൂലുള്ളാഹി പുറപ്പെട്ടത്. ചോദ്യം ചെയ്യാൻ നമ്മൾ പുറപ്പെടൂലേ? നമ്മളെ ഒരു 10 റുപ്യ, എന്റെ തെങ്ങിന്റെ ഒരു 10 തേങ്ങ എന്റെ സമ്മതമില്ലാതെ ഒരു കുഞ്ഞിപ്പോക്കര് കൊണ്ടുപോയാൽ ആ കുഞ്ഞിപ്പോക്കന്റെ നടുപ്പുറം കടപ്പുറാക്കൂലേ? നമ്മൾ ആക്കൂലേ? അല്ലാഹു തആല അങ്ങനത്തെ അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമ്മളെ സ്വത്തും ഹലാലായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും മുതലും അതൊക്കെ ഒരാളെ കയ്യിലും പെടാതെ, വേറെ ഒരുത്തന്റെ ഹറാമായിട്ട് നമ്മളെ കയ്യിലും കുടുങ്ങാതെ ഹലാലായ വരുമാനത്തോടുകൂടി ബറക്കത്തോടുകൂടി ജീവിക്കാനും ബറക്കത്തോടുകൂടി മരിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ പരമ്പരകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭൂമിയിൽ, വീട്ടിൽ, മക്കളിൽ ഖൈർ ബറക്കത്ത് ദായിമാക്കി തരണേ അല്ലാഹ് ബിറഹ്മതിക. എല്ലാവരും ആമീൻ പറഞ്ഞോളി. എല്ലാരും കൂടി ആമീൻ പറയുമ്പോ പടച്ചോൻ സ്വീകരിക്കും. നിങ്ങൾക്ക് ക്ഷീണമുള്ളവരുണ്ടല്ലേ, ഒന്ന് എണീച്ചൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ഉറക്കനെ ചൊല്ലുക എല്ലാവരും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ